പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നാം 23-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സമുദ്രഗുപ്തനെ കുറിച്ചാണ് ഇന്നലെ മുതൽ ചർച്ച ചെയ്തത്. ഇന്നുകൂടി നമുക്ക് സമുദ്രഗുപ്തനെ കുറിച്ചാണ് പഠിക്കുവാനുള്ളത്. സമുദ്രഗുപ്തന്റെ സാമ്രാജ്യത്തിൽ എങ്ങനെയായിരുന്നു ജനങ്ങൾ? സത്യസന്ധരും ഔദാര്യം, നീതിബോധം എന്നിവയിൽ ഉന്നതരായിരുന്നു അവിടുത്തെ പ്രജകൾ എന്ന് ഫാഹിയാൻ എഴുതുന്നു. ലഹരി, ഉള്ളി, മാംസം എന്നിവ ഉപയോഗിക്കാത്തവർ വിദ്യാസമ്പന്നരും സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചവരുമായിരുന്നു. വമ്പിച്ച ഒരു കരസേനയുണ്ടായിരുന്നു സമുദ്രഗുപ്തനും പിന്നീട് വന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾക്കും. കൂടാതെ ഒരു നാവിക സൈന്യവും ഉണ്ടായിരുന്നു. സമുദ്ര വ്യാപാരം ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നത് അക്കാലത്താണ്. വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷ നൽകുവാനും നാവികസേന ആവശ്യമായിരുന്നു. ചൈനീസ്, യൂറോപ്യൻ കപ്പലുകൾ ഭാരതീയ കപ്പലുകളുടെ 1/6 മാത്രം വലിപ്പമുള്ളവയായിരുന്നു. സമുദ്രഗുപ്തൻ നല്ലൊരു കലാകാരനുമായിരുന്നു. ശാസ്ത്രങ്ങളിൽ അദ്ദേഹത്തിന് അഗാധ ജ്ഞാനമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഏറ്റവും ഉന്നത നിലയിലുള്ളതായിരുന്നു. വീണവായനയിൽ ദേവന്മാർക്ക് തുല്യനാണെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. നാണയങ്ങൾ, താമ്രലേഖനങ്ങൾ എന്നിവയിൽ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വർണ്ണനയുമുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ നഗര ഗ്രാമസഭകളും കലാകാരന്മാരെയും വിദ്വാൻമാരെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇക്കാലത്ത് വൈദികമായ മതരീതികൾ വൻ ഉയർച്ച നേടി. ശൈവ, വൈഷ്ണവ, ബൗദ്ധ, ജൈനമതങ്ങളും പുരോഹിതരും ഭിക്ഷുക്കളും വളരെയേറെ ആദരവ് സമാജത്തിൽ നിന്നും നേടിയെടുത്തു. ഭരണരംഗത്തും പൊതുജീവിതത്തിലും എന്ന പോലെ മതകാര്യങ്ങളിലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തം സമുദ്രഗുപ്തൻ നൽകിയിരുന്നു. പതുക്കെ ബൗദ്ധമതവും ജൈനമതവും ഹിന്ദുമതത്തിലെ വിവിധ വിഭാഗങ്ങളിൽ സമന്വയിച്ച് ലയിച്ചു ചേർന്നതും ഇക്കാലഘട്ടത്തിലാണ്. രാജശ്രീ എന്ന റാണി രാജകുമാരനോടൊപ്പം രാജസദസ്സിൽ ഭൗതിക സിദ്ധാന്തം ചർച്ചയിൽ പങ്കെടുത്തതായി ഹുയാൻ സാങ് വർണ്ണിക്കുന്നു. ഹിനയാനം, മഹായാനം എന്നീ ബൗദ്ധ മതവിഭാഗങ്ങൾ ശൈവ വൈഷ്ണവ സിദ്ധാന്തങ്ങളെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് തങ്ങളുടെ നിരവധി തത്വചിന്തകളും അഹിംസാ സിദ്ധാന്തങ്ങളും ഹിന്ദുമതത്തിന് സംഭാവന ചെയ്ത് അവയിൽ ലയിച്ചു ചേർന്നു. വജ്രയാനം ശാക്തേയ മതത്തിൽ കൂട്ടിയിണക്കപ്പെട്ടു. വസുബന്ധു സമുദ്രഗുപ്തന്റെ രാജസദസ്സിലെ ഒരു പ്രമുഖ മതപണ്ഡിതനായിരുന്നു. ഭഗവാൻ ബുദ്ധൻ മഹാവിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായിട്ട് അവിടെ ഗണിക്കപ്പെട്ടു. പൊതുവെ വൈഷ്ണവ മത അനുയായികളായിരുന്നെങ്കിലും മറ്റു മതങ്ങളോട് വളരെ ആദരവോടുകൂടിയാണ് ഗുപ്ത രാജാക്കന്മാർ പെരുമാറിയത് എന്ന് മനസ്സിലാക്കുക. സജ്ജനങ്ങളെ, സമുദ്രഗുപ്തൻ എന്ന രാജാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കിയ ധാരാളം കാര്യങ്ങളിൽ വളരെ പരമപ്രധാനമാണ്. സമൂഹത്തിലൊരു ചോദ്യമുണ്ട്. മൊബൈൽ കണ്ടുപിടിച്ചത് സായിപ്പ്, TV കണ്ടുപിടിച്ചത് അവനാണ്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അവനാണ്. ഇന്ത്യക്കാരൻ എന്ത് കണ്ടുപിടിച്ചു? ജാതീയത കണ്ടുപിടിച്ചു, തൊട്ടുകൂടായ്മ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അപഹസിക്കാറുണ്ട്. ചരിത്രത്തിലെ വ്യക്തമായ തെളിവിതാണ്. സമുദ്രഗുപ്തന്റെ കാലഘട്ടത്തിൽ ഭാരതത്തിലെ കപ്പലുകളുടെ വലിപ്പം കൊളംബസ് അമേരിക്ക കണ്ടെത്തി. കൊളംബസ് അമേരിക്ക കണ്ടെത്താൻ ഇറങ്ങി പുറപ്പെട്ട ആളായിരുന്നോ? അല്ല. ഇന്ത്യയെ കണ്ടെത്തുവാനുള്ള ഓട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് വ്യാപാരത്തിന് ചെന്ന പടുകൂറ്റൻ കപ്പലുകളെ അമേരിക്കയുടെ തീരത്ത് കണ്ടപ്പോൾ അത് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ഇറങ്ങിയിട്ട് അവിടെ ഉള്ള ജനങ്ങളെ വിളിച്ചു അദ്ദേഹം റെഡ് ഇന്ത്യൻസ്. അമേരിക്കക്കാരനെ ഇന്ത്യക്കാരൻ എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ കൊളംബസിന്? കൊളംബസ് അബദ്ധവശാൽ കണ്ടെത്തിയതായിരുന്നു ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ പളപളപ്പ് അവകാശപ്പെടുന്ന അമേരിക്കയെ എന്ന് മനസ്സിലാക്കുക. അന്ന് കൊളംബസിനെ പോലെ, വാസ്കോഡ ഗാമയെ പോലെയുള്ള സഞ്ചാരികളെല്ലാം ആഗ്രഹിച്ചത് ഭാരതത്തെ കണ്ടെത്തണം എന്നായിരുന്നു എന്നറിയണം. ഫാഹിയാനും ഹുയാൻ സാങ്ങിനെ പോലെയുള്ള സഞ്ചാരികൾ എഴുതി വെക്കുന്നത് എന്താണ്? ഭാരതത്തിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ്. അപ്പം നമുക്ക് വൻ നഗരങ്ങളുണ്ടായിരുന്നു, കപ്പലുകളുണ്ടായിരുന്നു, വ്യാപാര വാണിജ്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത്ഭുതകരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്കുണ്ടായിരുന്നു. ലോകാത്ഭുതങ്ങളിൽ പലതും ഭാരതത്തിലായിരുന്നു. നിർഭാഗ്യവശാൽ നമുക്ക് താജ്മഹൽ മാത്രമേ ലോകാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് വന്നിട്ടുള്ളൂ. എന്നാൽ അതുപോലും 500 വർഷം മുമ്പ് ഭാരതത്തിലെ
നമ്മുടെ ശില്പികൾ ഉണ്ടാക്കിയതാണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നുപോലും എന്ന് മനസ്സിലാക്കുക. നമുക്ക് സാങ്കേതികവും ബുദ്ധിപരവും ആധ്യാത്മികവുമായ വളർച്ച എല്ലാ കാലത്തും ഉണ്ടായിരുന്നു എന്ന് സമുദ്രഗുപ്തനെ പോലെയുള്ള മഹാത്മാക്കളായ സമ്രാട്ടുകൾ ശാസ്ത്രത്തെയും യുക്തിയെയും വിശ്വാസങ്ങളെയും എല്ലാം തന്നെ ഒരുപോലെ കൊണ്ടുപോയി. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും സ്വാധീനത്തെ കുറച്ച് ഹിന്ദുധർമ്മത്തിൻ്റെ സവിശേഷതയെ സമാജത്തിന് ബോധ്യപ്പെടുത്തുവാനും സമുദ്രഗുപ്തന് കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ ഭാരതത്തെ ഈ സനാതന ഹിന്ദുരാഷ്ട്രമായി നിലനിർത്തുന്നതിൽ ഈ മഹാത്മാക്കൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആയതിനാൽ സമുദ്രഗുപ്തനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.